ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ദേശമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾ കുറയുന്നതിലും ഡിവിഷനുകൾ നഷ്ടമാവുന്നതിലും ആശങ്ക അറിയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുന്നു. തൃശൂർ ജില്ലയിൽ LP മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെ മികച്ച സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ദേശമംഗലം സ്കൂളിലെ LP വിഭാഗമാണിപ്പോൾ തകർച്ച നേരിടുന്നത്. പ്രദേശത്ത് പുതിയതായി ആരംഭിച്ച സ്വകാര്യ വിദ്യാലയത്തിലേക്ക് ചില തൽപര കക്ഷികൾ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാണ് ഈ പൊതുവിദ്യാലയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത്. നിലവിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ കുട്ടികൾ കുറഞ്ഞതോടെ മലയാളം, ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഒരൊറ്റ ഡിവിഷനിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതോടെ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഭാവിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വൻതുക നൽകി സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനത്തെയാണ് ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സ്കൂളിൽ നിലവിൽ ഹെഡ് മിസ്ട്രസ് ഇല്ലാത്തതിനാൽ പുതിയ കുട്ടികളെ ചേർക്കാനായി അധ്യാപകർ തന്നെ നേരിട്ട് നെട്ടോട്ടമോടുകയാണ്. വിദ്യാഭ്യാസ വികസനത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്ന പ്രാദേശിക MLA ഈ വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെയും വ്യാപകമായ ജനരോഷം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാലയത്തെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും അടിയന്തര പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മണ്ഡലം ഭാരവാഹികൾ. സുഹൃത്തുക്കളെ, വളരെ വിഷമിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ദേശമംഗലത്തെ സ്കൂളിൽ LP വിഭാഗത്തിൽ കുട്ടികളില്ലാതെ ഡിവിഷൻ തന്നെ ഇല്ലാതെയാവും, അധ്യാപകന്മാർക്ക് ജോലി പോവും എന്നൊരവസ്ഥയിലാണ് ഇന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതിൻ്റെ കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിലേക്കാണ് അവിടുത്തെ ആൾക്കാർ, അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട PTA മെമ്പർമാരുടെ കുട്ടികളടക്കം LP വിഭാഗത്തിലേക്ക് സ്വകാര്യ സ്ഥാപനം വലുതാക്കാനും നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന, ഇവിടെ പഠിച്ച് 10ാം ക്ലാസ് പഠിച്ച് +2 വരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂളിൽ LP സ്കൂളിലെ വിഭാഗം അത് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്കൂളിൽ കുട്ടികൾ വരാനും അതിനെ വേണ്ടിയാണ് PTA മെമ്പർമാരടക്കം വളരെ ആ സ്വകാര്യ വ്യക്തിയെ സ്കൂൾ വിജയിപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ നാട്ടിലെ MLA ഉള്ള നാടാണ്, ദേശമംഗലത്താണ് MLAയുടെ വീട്. ആ സർക്കാരിൻ്റെ സ്കൂളിൽ വരുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തെ സംരക്ഷിക്കാൻ MLA അടക്കം മുൻകൈ എടുക്കണം. ഇത് വേണ്ടപ്പെട്ട അധ്യാപകരെ ജോലി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും വകുപ്പും മന്ത്രിയും ഈ കാര്യം അറിയിക്കാനാണ് ഞങ്ങളെടുത്ത തീരുമാനം. ന്യൂസ് ഡെസ്ക് CCV.